കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ശില്പന്റെ ബസ് വന്നു, ശില്പ പോവാണ്. ഗൈസ്, ഇവിടെ റൂബിനെ നമ്മൾ ഇരുത്തിയിട്ടുണ്ട് പാട്ട് കേൾക്കാനായിട്ട്. റുബി റെഡിയാണ് കേട്ടോ പാട്ട് കേൾക്കാൻ. എവിടേക്ക് പോകണം? എന്റെ പാട്ട് കേട്ടിട്ട് പോകുന്നു ഗൈസ്. അപ്പൊ റുബി ഇവിടെ പാട്ട് കേൾക്കാനായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. ഞാൻ ഇരുത്തി ഓൾറെഡി. ഗുഡ് മോർണിംഗ് ഗൈസ്, ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 9:28. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഉണർന്നു. അപ്പോൾ വിചാരിച്ചു ഇത് ശരി, എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന്. അപ്പം തുടങ്ങാം, നമുക്ക് എണീക്കാം. 9:28, നമുക്ക് എണീക്കാം. എണീച്ചതും ശില്പ ചെയ്താൽ അവിടെ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്. ഇനി എനിക്ക് ഈ ഫോണിൽ ചാർജ് ഇല്ല. അപ്പോൾ ഇത് ആദ്യം ചാർജ് ചെയ്യണം. ഫോൺ ചാർജ് ആവട്ടെ, എപ്പോഴത്തേനും നമുക്ക് പോയി ബ്രഷ് ചെയ്തിട്ട് വരാം. ഗൈസ്, നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ പൽപ്പൊടി ആട്ടാ. ഇതുകൊണ്ട് ആദ്യം തേച്ചിട്ട് വേണം പിന്നെ ബ്രഷ് കൊണ്ട് പേസ്റ്റ് കൊണ്ട് തേക്കാൻ. അപ്പം ആദ്യം കുറച്ച് ചെയ്തെടുക്കാം. പരിപാടി തുടങ്ങാം. ഇത് മുഴുങ്ങി നോക്കിയിട്ടുണ്ട് ഗൈസ്, നല്ല ടേസ്റ്റാണ് തോന്നുന്നു. ഞാൻ പണ്ടൊക്കെ മുഴുങ്ങും, ഇപ്പം മുഴുങ്ങില്ല ഗൈസ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബ്രഷ് എടുത്തിട്ട് ഈ പൽപ്പൊടിയിൽ മുക്കുക. എന്നിട്ട് ഗൈസ്, അങ്ങനെ പൽപ്പൊടി കഴുകിയിട്ട് വന്നു. ഇനി ഇതാ ബ്രഷിൽ ഇത്തിരി പേസ്റ്റ് എടുത്തിട്ട് കണ്ടിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ബ്രഷ് ചെയ്യണം. അങ്ങനെ ഞാനിപ്പോൾ ബ്രഷ് ചെയ്തിട്ട് വന്നു. എനിക്ക് എണീച്ചതും ബ്രഷ് ചെയ്യണം ഗൈസ്. എനിക്കിങ്ങനെ ബ്രഷ് ചെയ്യാണ്ട് എണീച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എണീച്ചതും പോയി ബ്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ചായ കുടിക്കണം. സമയം ഇപ്പോൾ ഒരു 9:45 ഉണ്ടാവും. അതുകൊണ്ട് രാവിലെ അമ്മ വെച്ച ചായയാണ് ഇവർക്ക് എല്ലാവർക്കും കൂടെ വെക്കുമ്പോൾ. അതുകൊണ്ട് ഇത് ഇവിടെ തണുത്തിരിക്കണ്ടാവും. ഇത് ആദ്യം ചൂടാക്കിയിട്ട് വേണം കുടിക്കാൻ. ചൂടാവട്ടെ. അവിടെ എന്താ സൗണ്ട് നമുക്ക് നോക്കട്ടെ. ഇതാ ഇവിടെ മെഷീൻ അടിക്കണം. എക്സ്പെർട്ടായിട്ടാ ഇത് വന്നിട്ടില്ല. കാരണം 100 ചുറ്റുന്ന സ്റ്റൈലൊക്കെ ദൈവനാക്കുകയാണ്. ചോമച്ചൻ പിന്നെ എക്സ്പെർട്ടായി പറയുമ്പോ ഉണ്ട് എല്ലാം ചിരിച്ചിട്ടിരിക്കുകയാണ്. ശില്പ എന്താ അടിക്കാൻ പോണ്? ഡ്രസ്സാ? ഇതും കൊണ്ടാ? ഓ ഇതാ ശില്പ ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഡ്രസ്സാണ് ഗൈസ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതിന് ലൂസാക്കി ടൈറ്റ് ആക്കി ഒന്ന് ചെയ്യണം. ബട്ട് ഞാൻ ഒരു പാൻറ്റും ഞാൻ 2 ഷർട്ടും 1 ടീഷർട്ടും 1 പാൻറ്റും ഓർഡർ ചെയ്തു കേട്ടാ. എന്നിട്ട് എൻ്റെ ടീഷർട്ട് 2 ഷർട്ട് മാത്രം വന്നു. അത് വന്നതേ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട്. പിന്നെ എന്ത് ചെയ്ത്, പിന്നെ പാൻറ്റ് ഓർഡർ ചെയ്തതും ടീഷർട്ട് ഓർഡർ ചെയ്തത് അത് വെറുതെ ഡിലേ ആയിക്കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് വന്നിട്ടില്ല, ഇനിയും വന്നിട്ടില്ല. കഴിഞ്ഞ മാസം 31-ാം തീയതി അങ്ങനെ എന്തോ ഓർഡർ ചെയ്താണ്. ഇപ്പോൾ എത്ര 16-17 ആയില്ലേ, ഇനിയും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവിടെ എത്തി ഇവിടെ എത്തി പറയല്ലാണ്ട് വരുന്നേ ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നത് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട്, അല്ല പറഞ്ഞാൽ മെല്ലെ എത്തുന്നുള്ളൂ വൈകിട്ട്. ഗൈസ്, അപ്പം നമ്മുടെ ചായ ചൂടായിട്ടുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ ഗ്ലാസ്, എൻ്റെ കപ്പ്. കറക്റ്റ് ചായ എടുത്തിട്ട് പോകുന്നുണ്ട്. സമയം ഇതാ 9:45 ചായ എടുത്തിട്ട് പുറത്തു പോയി ഒന്ന് കുടിക്കാം. ഇരിക്കാം ഗൈസ്. അതാ ചായ പോയി. നിങ്ങളൊക്കെ എത്ര മണിക്കാണ് ഗൈസ് എണീക്കുക? കമൻറ്റ് ചെയ്താ. ഞാനൊരു 8:00 എപ്പോഴും എണീക്കുക. ഇന്ന് പിന്നെ ഒരു 9:30 അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്രണ്ടൊക്കെ ടാറിടാൻ പോവാട്ടാ ഗൈസ്. അപ്പോൾ ഇനി വീണ്ടും ഇടുകയാണ് ടാർ. അമ്മ അതാ ഗൈസ് ഇവിടേക്ക് പോകുന്നുണ്ട്. എന്തോ എടുത്തിട്ട് ചട്ടിയാ എന്ത് ചെയ്യമ്മ? അമ്മ ഇവിടെ പടി ചെയ്യണ്ടാ, സിമെൻ്റാണത്. അതെന്താ വെച്ചാൽ ഇനി ഞങ്ങളുടെ അവിടെ കുമാട്ടി ആവാൻ പോവാണ്. അപ്പോൾ കുറേ റിലേറ്റീവ്സും എല്ലാവരും വരും. അപ്പം ഇപ്പം തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു.
ഗൈസ് ചായ കൂടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ റൂബിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ആ ഫുഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് കൊടുക്കണം, റൂബിക്ക് കൊടുക്കണം. റൂബി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ പാലാണ് കേട്ടോ ഗൈസ് ഒഴിക്കണം. റൂബി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇന്ന് വൈകി, എന്താ വെച്ചാൽ ഇന്ന് അച്ഛനും അമ്മയും രാവിലെ എന്തൊക്കെയോ പണിയിലാണ്. ഇപ്പം ഞാൻ എണീക്കാനും വൈകില്ലേ. അപ്പം ഒന്ന് കൊടുക്കാൻ 10 മണിയായി. ഇവിടെയൊക്കെ അമ്മ സിമെന്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. റോബിനെ ഒറ്റ തന്നെ അറിയാം ബാക്കി. നോക്ക് ഓക്കെ കഴിച്ചിട്ടുണ്ട് ഫുഡ്. ഇതാ റോബി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. റോബി ഓക്കെ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. കഴിച്ചോ? ഇനി എന്താ പറഞ്ഞാൽ നമുക്ക് റൂബിൻ്റെ ഒരു മെഡിസിൻ ഉണ്ട്, അതെടുത്തിട്ട് റൂബി അവിടെ കഴിക്കുന്നുണ്ട്. നമുക്കിനി ഈ മെഡിസിൻ കൊടുക്കണം റൂബിക്ക്. ഇത് ഫെർഗ്ലോൻ്റെ മെഡിസിൻ ആട്ടോ, നല്ലതാണ്. ഇതെന്ന് പറഞ്ഞാൽ 5 മില്ലിയാണ് കൊടുക്കാൻ പറഞ്ഞത്. ഞാൻ ഒരു 6-7 മില്ലിയൊക്കെ കൊടുക്കും. അതുകൊണ്ട് ഇപ്പോൾ നല്ലോണം വളരുന്നുണ്ട്. രോമം പോയതൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട് ഈ മെഡിസിന്. ഒരു കുപ്പി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ. അതാ പോണം. ഇവിടെ വാ കഴിച്ചോ കഴിച്ചോ. നമ്മളെന്താ പറയുന്നത് നോക്കാൻ വന്നാണ് കൈ. കഴിച്ചോ? എന്നാ മരുന്ന് ഇവിടെ വാ. ചിലപ്പോ കഴിക്കാണ്ട് നിൽക്കണ്ട കൈസ്. അപ്പൊ എന്ത് ചെയ്യണം പക്ഷെ അങ്ങനെ പിടിച്ചിട്ട് ഓക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതെടുക്കണ്ട, ഇവിടെ വാ. ക്യാമറ ഒന്നും പിന്നെ എടുക്കില്ല കേട്ടോ, എടുത്തിട്ട് ഓടുന്നില്ല. വേറെ എന്ത് സാധനമാണെങ്കിൽ എടുത്തിട്ട് ഓടും. ഇങ്ങനത്തെ നമുക്ക് വിലയേറിയ സാധനങ്ങളൊന്നും എടുത്തിട്ട് ഓടില്ല ആള്. അതറിയാം എടുക്കണ്ടാന്ന്. ഇവിടെ വാ റൂബിയുടെ കഴിച്ചോ. കഴിക്ക് എന്താ പറഞ്ഞാൽ അങ്ങനെ ഓടുന്നത്. നമ്മൾ റൂബി ഇങ്ങനെ കഴിക്കുമ്പോൾ അടുത്ത് തന്നെ നിൽക്കണം, ഇങ്ങനെ തൊട്ടിട്ട് എന്നാൽ തന്നെ കഴിക്കണം. അല്ലെങ്കിൽ അങ്ങോട്ടും കൂടെ ഒക്കെ വരും, ഓടും, ഇതൊക്കെ ചെയ്യും. പിന്നെ റൂബി റൂബി കഴിച്ച് കഴിഞ്ഞിട്ട് റൂബിനെ കുളിപ്പിക്കണം കാര്യം. ഞാൻ ഇന്ന് കുളിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ്. ബട്ട് എന്ത് ചെയ്തറിയോ, ഈ ഡാഷ് മോൾ ഇന്നലെ രാത്രി അഴിച്ചു വിട്ടപ്പോൾ അതാ അവിടുത്തെ ഉള്ള ചളിയിൽ പോയി ചാടി കയ്യിലും കാലൊക്കെ മൊത്തം ചളിയാക്കിയിട്ട് വന്ന് രാത്രി ഒരു 8 മണിക്കാണോ. ഇവിടെ വാ കാണണ്ടേ നിങ്ങൾ. ഇവിടെ ഇരുന്നോ. രാത്രി റൂബി അഴിച്ചു വിട്ടിട്ട് ഫുള്ള് ചളിയാക്കിയിട്ട് വന്നു. എന്നിട്ട് ഞാൻ ഗേറ്റിൽ കെട്ടിയിട്ടിട്ട് കയ്യിലും കാലിലൊക്കെ വെള്ളം അടിച്ച് വിട്ടു. അപ്പോൾ എന്നിട്ട് ഫുള്ള് ഇത്തിരി ഉണങ്ങിയിട്ട് കൂട്ടി കയറ്റിയത്. ഇന്നപ്പോൾ എന്തായാലും കുളിപ്പിക്കണം. കാരണം ആ ചളിയിൽ പോയിട്ട് വന്നല്ലേ. ഷാമ്പൂ ഒന്നും ഇന്നലെ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിപ്പിച്ച് സെറ്റപ്പ് ആക്കട്ടെ. ഞാൻ ഇന്ന് കുളിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ്. എന്നാലും ഇന്ന് കുളിപ്പിക്കാം ഗൈസ്. അപ്പോൾ റൂബിൻ്റെ സാമഗ്രികളൊക്കെ എടുത്തിട്ടുണ്ട് കുളിപ്പിക്കാൻ. റൂബി അതാ ബെൽറ്റും കൊണ്ട് ലീച്ചും കൊണ്ട് ഓടുന്നുണ്ട്. റൂബിനെ കെട്ടിയിടണം കേട്ടാ, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം എനിക്കിനി കൂട് കഴുകാൻ പോകണം റൂബിൻ്റെ. റൂബിൻ ഇങ്ങനെ അഴിച്ചു വിട്ടാൽ ഇങ്ങനെ ഫുള്ള് അലമ്പ് കാണിച്ച് നടക്കും. ഗായ്സ് ഞാൻ റൂബിനെ കെട്ടിയിടണ്ടാന്ന് വിചാരിച്ചാണ്. ബട്ട് നോക്കിയോ, ദാ ഇവിടെ നിൽക്കണ ഈ കോഴിയില്ലേ, ഈ കോഴിക്ക് വെള്ളം വെച്ച് കൊടുക്കുന്ന പാത്രവും കൊണ്ട് ഓടിയിട്ടുണ്ട് അവിടേക്ക്. ഞാൻ ഒരു സെക്കൻഡ് അങ്ങോട്ട് മാറിയുള്ളൂ. ആരാണ് പാത്രം എടുത്തിട്ടുണ്ട് താ പറഞ്ഞ ഇങ്ങട്. അയ്യോ അത് കോഴിന്റെ പാത്രമല്ല, അമ്മ സിമെന്റ് ആക്കിയ പാത്രം. എന്താ കാണിക്കണേ? ഇനി കെട്ടിയിടണം അല്ലെങ്കിൽ ശരിയാവില്ല. റൂബിനെ ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടാ. നമുക്ക് കൂട് എടുക്കാൻ പോവാം. കൂട് എടുക്കാൻ ഈ ഷാമ്പൂ ആണ് കൈസ് ഉപയോഗിക്കുന്നത്. ഇത് റൂബിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ബട്ട് ഇത് രോമം കൊഴിയണമെന്ന് എന്തോ പറഞ്ഞപ്പോൾ ഡോക്ടർ വേറെ ഷാമ്പൂ തന്നപ്പോൾ ഇതും കൊണ്ടാണ് ഇപ്പോൾ കൂട് കഴുകൽ ഗൈസ്. അപ്പോൾ നമുക്ക് കുളിപ്പിക്കൽ സെക്ഷനിലേക്ക് കിടക്കാം. പിന്നെ മിണ്ടാണ് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്.
ഇന്നലെ മൊത്തം ചളിയിൽ പോയിട്ട് ചാടി മറിഞ്ഞു വന്നതാണ്. പാല് കഴിക്കുമ്പോൾ മാത്രം റൂബി ഓടും കഴിഞ്ഞു. അപ്പൊ കുളി കഴിഞ്ഞ റൂബിന്റെ എനിക്ക് തുടച്ചു കൊടുക്കണം കേട്ടാ. എന്താ കാണിക്കുന്നത്? ഗൈസ് നമുക്കിനി തുടച്ചു കൊടുക്കാം റൂബിക്ക്. ടവലെടുത്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ റൂബിക്ക് ഇതാ തുടച്ചൊക്കെ കൊടുത്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കട്ടെ, ഇനി കുറച്ചും കൂടെ ഉണങ്ങട്ടെ. അപ്പോഴത്തേനും ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഗൈസ് ഇനി കുളിക്കാം, അതിന് മുന്നേ തലയിലൊന്ന് എണ്ണ തേക്കാം. നല്ല നാച്ചുറൽ വെളിച്ചെണ്ണയാണ് ഗൈസ് തേക്കാറ്. ഗൈസ് ഞാനങ്ങനെ കുളിച്ച് വന്നു. റൂബിനെതാ ഇവിടെ കെട്ടിയിട്ടുണ്ട്. അവിടെ നല്ലോണം വെയിലായപ്പോൾ ഇവിടെ നിൽക്കേണ്ട റൂബി. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം, അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോവാം. ടൈം ഇപ്പോൾ 11:10 ഗൈസ്. ഇനി ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പോൾ രാവിലത്തെ കഴിക്കാനുള്ള ഫുഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. രാവിലെ ഇവിടെ ദോശ അങ്ങനെ എന്തോ ആണ്, ബട്ട് ഞാൻ പലഹാരമൊന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ചോറെടുത്തു. ചോറും എന്താ ഈ മീൻ, വേറെന്തോ കറിയുണ്ട്. ഞാൻ പച്ചക്കറി കഴിക്കാത്തതുകൊണ്ട് പിന്നെ അതും എടുത്തില്ല. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നു. റൂബി ഇത് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കിനി റൂബിനെ അയച്ചു വേണം. നമ്മളോട് വന്നിരിക്കുന്നുണ്ട്. ഒരു ബിസ്ക്കറ്റ് കൊടുക്കാം. കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ടിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞു. റൂബിയോടെ ഫുള്ള് കളിയാണ് ഗൈസ്. വടിയെടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. റൂബി നോക്കിയോ, ടെൻഷൻ ആവണം. നോക്കിയോ, വടിതാ. ഗൈസ് ഇനി എന്താന്ന് വെച്ചാൽ ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അവളെ ജംഗ്ഷനിൽ കൊണ്ട് വിടാൻ പോകണം. ഇനി അതുള്ളൂ. ഒരു 12 മണി 12:30 ഒക്കെ ആകുമ്പോഴാണ് പോകേണ്ടത്. അപ്പോൾ പോയി വിട്ടിട്ട് വരണം. റൂബിയോടെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തോട്ടാ. ഇവിടെ വാ. റൂബി ഗൈസ് അന്നത്തെ റൂബിൻ്റെ സ്കിൻ ഇൻഫെക്ഷനും പിന്നെ രോമം കൊഴിച്ചിലൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ മാറിയിട്ടാ. ഡോക്ടറിനെ കാണിച്ച് മെഡിസിനൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ നല്ലോണം കൊഴിച്ചിലൊന്നുമില്ല. കുറച്ചൊക്കെ കൊഴിയുണ്ട്, എന്നാലും പിന്നെ വളരുണ്ട്. കണ്ടോ, വളരുണ്ട്. പടിതാ ഇവിടേക്ക് വരുമ്പോൾ ഇനി ഒന്നും കൂടെ എടുത്തറിയാട്ടാ. കണ്ടില്ല പുറത്ത് പോയി വിചാരിച്ച് നിൽക്കാണ്. ഗൈസ് ഇനി ശില്പനെ കൊണ്ട് വിടാൻ പോവാം. ഓക്കെ, ടൈം ഇപ്പോൾ 12 മണി കഴിഞ്ഞു. നേരെ വണ്ടി എടുക്കാം, പോവാം. ശില്പ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി 8 മണിക്കേ തിരിച്ചു വരുള്ളൂ. പോവാണ്. ടാറ്റ. ഇവിടെ നോക്കും ഇങ്ങോട്ട്. ഞാൻ സെറ്റായി ഇറങ്ങിയപ്പോഴാണ് ഗൈസ് ഇവള് യൂണിഫോം എടുത്താൽ നോക്കാൻ പോകണം. ഇതന്നെ എപ്പോഴും. ഞങ്ങളിവിടെ ബസ് സ്റ്റോപ്പ് എത്തി. ഇനി ശില്പൻ്റെ ബസ് വരാൻ കുറച്ച് നേരം ഉണ്ട്. അപ്പോഴേക്കും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം. കാരണം വീട്ടിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെയ്യാറ്. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഇവിടെയൊക്കെ തിരക്കാട്ടാ, കുമ്മാട്ടിയാവാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും പന്തലിടലൊക്കെയാണ് ഈ റോട്ടിലൊക്കെ. അപ്പോൾ ഇനി ബസ് വന്നാൽ ശില്പനെ കയറ്റി വിടുക, പോവുക. അപ്പോഴേക്കും ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ. റൈസ് ഇവിടെ പന്തൽ കെട്ടുകയാണ് കുമ്മാട്ടിക്കുള്ളത്. അതിൻ്റെ സെറ്റപ്പിലാണ് എല്ലാവരും. ശില്പൻ്റെ ബസ് വന്നു. ശില്പ പോവാണ്. കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഗൈസ്
ഗൈസ് ഞാൻ ചേച്ചിനെ കൊണ്ട് വിട്ട് തിരിച്ച് വീടെത്തി. അപ്പം തന്നെ നമ്മുടെ ഓർഡർ വന്നിരിക്കുന്നതാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വന്നില്ല എന്നുള്ളത്. ഒരു ടീഷർട്ടും പാൻറ്റും. അതിൽ ടീഷർട്ട് വന്നിട്ടുണ്ട്, പാൻറ്റ് വന്നിട്ടില്ല. പാൻറ്റ് ഇനിയും ഡിലേ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെത്തിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ച് നോക്കാം. ഇതിന് കളർ വല്ലതും മാറ്റി വന്നാൽ റിട്ടേൺ അയച്ചാൽ ഇനി ഒരു കൊല്ലം കഴിയും തിരിച്ചെത്താൻ. കളർ ബ്ലൂ തന്നെ, കത്തന്നെ. ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെ എത്തിയത് കറക്റ്റ് തന്നെ. ഗൈസ് ഇപ്പോൾ ഉച്ചയ്ക്ക് സമയം ഒരു 1:30 ആയി. അപ്പോൾ ഞാൻ എന്താ റൂബിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. റൂബി ഇത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ റോഡ് പണി തുടങ്ങാനായിട്ടാണ് ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് വരുന്നുണ്ട് ഇങ്ങനെ വന്നിട്ട്. പിന്നെ ഇവിടെ ഫുൾ ടാറിടും. ഗൈസ് ഞാനപ്പോൾ റൂബിക്ക് ഫുഡെല്ലാം കൊടുത്ത് കൂട്ടിലാക്കിയിട്ട് വന്നു. ബട്ട് ഞാൻ കഴിച്ചിട്ടില്ല. കാരണം ഞാൻ 11:30 കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പില്ല, അത് കഴിച്ചിട്ടില്ല. പക്ഷെ രാവിലെ കഴിച്ചേണ്ട ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു കഴിക്കാൻ. ഞാൻ എൻ്റെ കൈ കണ്ട കുറച്ച് സീനായിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. വിറ്റാമിൻ്റെ ഒക്കെ കുറവായിട്ടേ അതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു. അത് രാവിലെ കഴിച്ചിട്ടില്ല, മറന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ കഴിക്കുക എന്തായാലും. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, രണ്ട് ഗുളികയുണ്ട്. വേണ്ട കൈ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിയർക്കുക, പിന്നെ ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ കുത്തുന്ന പോലൊരു ഫീല് അങ്ങനെ. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും കൈ വിയർക്കുമോ ഗൈസ്? എനിക്ക് പണ്ട് ഇങ്ങനെ വിയർക്കലുണ്ടായിരുന്നു കൈ. അത് കഴിഞ്ഞിട്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 5th 6th ആ സമയത്തൊക്കെ. എന്നിട്ട് അത് പിന്നെ മാറിക്കഴിഞ്ഞ് പിന്നെ ഞാനൊരു 9th ഒക്കെ ആയപ്പോൾ പിന്നെയും വന്നു. എന്നിട്ട് വീണ്ടും മാറിക്കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വന്നു കൈ വിയർക്കൽ. പിന്നെ വെക്കുമ്പോൾ വിയർക്കുക. ഇപ്പോൾ ഇല്ല, കുറച്ച് കഴിയുമ്പോഴൊക്കെ വിയർക്കും. ഇനി ഇത് മാറുമോയെന്ന് അറിയില്ല. മാറിയായിരിക്കും. മാറിക്കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാനായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മെഡിസിൻ കഴിക്കാൻ എന്തായാലും. കൈ വേർക്കണ അസുഖം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഒന്നും തൊടാനും പറ്റില്ല, സീനാണ് ഗൈസ്. നമുക്ക് മെഡിസിൻ കഴിക്കാം. ഹോട്ടലൊക്കെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങളെങ്ങനെ മെഡിസിൻ കഴിക്കുക? ആദ്യം വെള്ളം ഒഴിച്ചിട്ടാണോ ഈ മരുന്നിടുക, മരുന്നിട്ടിട്ടാണോ വെള്ളം ഒഴിക്കുക? ഞാൻ വെള്ളം ഒഴിച്ചിട്ടാട്ടോ മരുന്നിടുക. 2 ഉണ്ട് ഇതാവുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇനി മിണ്ടാതിരിക്കുക, കുറച്ച് നേരം ഫോൺ നോക്കാം. ഫോൺ നോക്കി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. അത്രയേ ഉള്ളൂ. ഹലോ ഗൈസ്. അപ്പം ഞാൻ ഉറങ്ങി എണീച്ചൊന്ന് അവിടെ ഉല്ലാസം വന്നിട്ടുണ്ട്. ഹായ്. ഈ സമയമായിട്ടില്ല കേട്ടോ. സമയം എന്തോ 4 മണിയൊക്കെ തന്നെ ആയിട്ടുള്ളൂ. പുറത്താണെങ്കിൽ റോഡിൻ്റെ പണിയും മറ്റൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഗൈസ്. നീ അപ്പോൾ വന്ന്? ഞാന് കുറച്ചേരം കഴിഞ്ഞിട്ട് വന്നു. അപ്പൊ അമ്മ വന്നു. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ അമ്മ സമ്മതിച്ചു. ഓ എന്താ പറഞ്ഞത് നിനക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? എന്തൊക്കെ പറയുന്നുണ്ട്. റോഡ് പണി വന്നു നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഫുള്ള് നമ്മുടെ കോഴി അവിടെ റോഡ് പണിൻ്റെ സൗണ്ട് കേട്ട റോഡേ ഓടി. അവിടെ കൊടുത്താണ് ഇത്. അടിപൊളി കറക്റ്റായി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ. ഗൈസ് ഇതാ അവിടെ നിന്നൊരു പുക മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ നോക്കി നിൽക്കുക കേട്ടാ റോഡ് പണി. ഗൈസ് അപ്പം ഞാൻ ചായ കുടിക്കാണ്. ചായ കുടിച്ചിട്ട് ആ ഫ്രണ്ടിലത്തെ റോഡ് പണി കണ്ടിട്ട് ഇങ്ങനെ കുടിക്കുക. ഉല്ലാസം ഇവിടെയുണ്ട് ഗൈസ്. ഇവിടെ ഫുൾ പൊടിയാണ് കേട്ടാ, ഫുള്ള് പൊടി. അവിടെ നിന്നൊക്കെ വണ്ടി അതൊക്കെ പോണതിന്റെ പൊടിയൊക്കെ ഇങ്ങടാ വരുന്നത് റോഡ് പണി. ഞങ്ങളെല്ലാരും ഇവിടെ കുടുംബത്തോടെ നിന്ന് നോക്കണം. അച്ഛൻ ഇവിടേക്ക് നോക്കുമ്പോ ഗൈസ്, അച്ഛൻ റോഡ് പണ്ട് ഇവിടെ കൂടി ചൂലെടുത്ത് അടിച്ചു ഇവിടെ നിൽക്കാറ്. അവിടെയൊക്കെ അടിച്ചാൽ ഇവിടെ ഇടാന്ന് പറഞ്ഞു വെച്ചിടാ. ഇവിടെ നമ്മുടെ ഈ ഫ്രണ്ടിൽ തന്നെ. അപ്പൊ അച്ഛൻ ഇവിടെയൊക്കെ അടിക്കുകയാണ്. അമ്മ എടുത്തിട്ട് വരുന്നുണ്ട് ഗൈസ്. എനിക്ക് വെള്ളം പറഞ്ഞു. അപ്പൊ വെള്ളം വാങ്ങിച്ചു കൊടുക്കാം. വെള്ളം എടുത്ത് പോകുന്നുണ്ട്. ഗ്ലാസോ അവർക്കുള്ള ഡ്രിങ്കിങ് വാട്ടർ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം വേണ്ടവരൊക്കെ അവിടെ വന്ന് എടുത്ത് കൊടുക്കും. ഗായ്സ് ഈ റോഡ് പണിക്കാനൊക്കെ സമ്മതിക്കണല്ലേ. ഈ വെയിലത്തും ഇത്ര ചൂട്ടില് ഇങ്ങനെ പണിയെടുക്കണ്ടെന്ന് പറ. ഫൈനൽ സ്റ്റേജ് എത്തി നമ്മുടെ റോഡില്. ഈ റോഡിൽ ഓടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു.
ഗൈസ് ഞങ്ങളുടെ പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു റോഡ് റോളർ വാങ്ങിക്കാനാണ് അല്ലേ. ഇവ ഓടിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റോഡ് റോളർ വാങ്ങിക്കാനാണ് ഇങ്ങനെ പ്ലാൻ. അതാകുമ്പോൾ പിന്നെ സേഫ്റ്റിയാണ്. ഏത് വണ്ടി വന്ന് നമ്മൾ ഇടിച്ചാലും ഒന്നും ആവില്ല അല്ലടാ. ഇത്തിരി സ്ലോ ആയിരിക്കും, സ്പീഡ് പോവില്ല. ആകെ ഒരു 10 അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് പോണം പറഞ്ഞാ നമ്മള് പെട്ടെന്ന് പോണം പറഞ്ഞാ ജസ്റ്റ് മെല്ലെ പോവാ. പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. ബട്ട് സമാധാനത്തിൽ പോവാണെങ്കിൽ ഇതിൽ പോവാ അല്ലേ. ഇത് വാങ്ങിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. കുറച്ച് സ്പീഡ് മതി, നമുക്ക് നടക്കുന്നതിനേക്കാളും സ്പീഡ് കിട്ടിയാൽ മതി. അത് ഇത്തിരി വലുത് വേണം, അങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ സേഫ്റ്റിക്ക്. ഗൈസ് അങ്ങനെ റോഡ് പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെ സെറ്റാക്കി, ഇവിടെയൊക്കെ അടിച്ചു വാരി സെറ്റാക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇവിടുത്തെ പൊടിയൊക്കെ അടിച്ചു വാരിയുണ്ട്. ബട്ട് നല്ലോണം പോയിട്ടില്ല. അത് വെള്ളം ഒഴിച്ച് കഴുകിയാലേ പോകുള്ളൂ. ഇന്ന് എന്തായാലും കഴുകാൻ പറ്റില്ല, കാരണം ഇനി അവൻ്റെ റോട്ടിൽ പോയിട്ട് അതൊക്കെ കൂടി ഇനി ഒന്നായി ഇളകിപ്പോയാൽ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വൈകിട്ടായി റൂബിയും കൂടെ ഫുട്ബോൾ കളിക്കാൻ പോകണം. ഇത് നമ്മുടെ പ്ലെയിൻ ടൈമാണ്. ഗൈസ് റൂബി ഇതാ ഇവിടെ എന്നെ കൂട്ടാണ്ട് കളി തുടങ്ങി. ബട്ട് ഇത് കുറച്ച് നേരത്തേക്ക് ഉള്ളൂന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം റൂബിക്ക് അവിടെ വെള്ളം എടുത്ത് വെച്ചു, പിന്നെ ബിസ്ക്കറ്റും കൊടുത്തിട്ട് തുടങ്ങാം. റൂബിയോടാ എന്നാ നമുക്ക് അവിടെ ഇരിക്കി എന്നാ. കാരണം ആദ്യം വയറ് നനച്ചാലേ പിന്നെ കളിക്കാൻ ഇത്തിരി ഇതുണ്ടാവില്ല. അപ്പുറത്തെ വീട്ടിലാട്ടോ, കാര്യാക്കണ്ട. ഗൈസ് അപ്പൊ ഫുട്ബോൾ കളി തുടങ്ങാം. വാ റൂബി. ഹല്ലേലൂയ സ്തോത്രം. ആ ഓർമ്മകൾ പോയി മറഞ്ഞു, എന്റെ കുട്ടന്റെ പാട്ടുകൾ നിന്നു. ഭയങ്കര സ്കില്ലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ആള് പണ്ടത്തെ പോലെയല്ല, നല്ല പ്ലെയർ ആയി വന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാനാണ് ഇനി വെള്ളം കുടി തന്നെ. ആ വീഡിയോ കണ്ടിട്ടില്ല എല്ലാവരും, കുറച്ചു നേരം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഫുള്ള് വെള്ളം കുടി കിടപ്പ്. ഗൈസ് കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങൾ കളിയൊക്കെ നിർത്തി. കുറച്ച് ഇഞ്ചുറീസ് ഒക്കെ പറ്റി, അതുകൊണ്ട് കളി നിർത്തി. റൂബി കണ്ടിരിക്കി മതിയായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ. പറ. ഇനി ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ റൂബിക്ക് പാട്ട് പാടി കൊടുക്കും. റൂബി അത് കേട്ട് ആസ്വദിച്ചിരിക്കും. അതാണ് ഇത്. എന്നാലും നൈറ്റ് പാട്ട് പാടിത്തരാം. ഇപ്പോൾ പാട്ട് പാടുന്നില്ല. ഇപ്പം എനിക്ക് പാട്ട് പാടാൻ ഒരു മൂടില്ല, ഫുള്ള് കതച്ചു. റൂബി നോക്ക് ഇന്ന് വല്ല കുളിച്ചോളൂ. അപ്പം ഞാൻ കയ്യിലേക്ക് കണ്ട ചളിയാക്കി വെച്ചിങ്ങനെ. നീ റോഡ് ഇട്ടത് കണ്ട? പോയി നോക്ക്, റോഡ് കണ്ട? ഇവിടെ വാ. റോഡ് ഇട്ടത് റൂബി കണ്ടിട്ടില്ല തോന്നുന്നു. വാ. വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് വാ. കണ്ടാ റൂബി ഫുള്ള് വെള്ളം കുടിക്കൽ തന്നെ. വാ 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 ഇങ്ങോട്ട് വാ. എവിടേക്കാണ് റൂബി? വാന്ന് വാ, ഇവിടെ വാ. ഇതിൽ കൈസ് അപ്പുറത്ത് പോയി ഞാൻ ചീത്ത പറയും കേട്ടാ, ബാക്കിക്ക് ഓടിയാ. അപ്പം എന്ത് ചെയ്യും? അതുവരെ പോയിട്ട് വെറുതെ ബാക്കിക്കാണ് ശരിക്കും പോയതാള്. എന്നിട്ട് വരും ഇങ്ങനെ ആക്ഷൻ കാണിക്കും, വെള്ളം കുടിക്കാൻ പോയതാണ് എന്നുള്ള തരത്തിലുള്ള. അപ്പോൾ ഒന്നും പറയില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട്. ഗൈസ് റൂബി പറഞ്ഞാലൊക്കെ കേൾക്കണ്ടാ. കണ്ടാ വടി എടുത്തിട്ട് വരാൻ പറഞ്ഞാണ്. വടി എടുത്തു, വരുവും ചെയ്യാൻ നമുക്ക് തരില്ല. ഗൈസ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിതനായിട്ട് കിടക്കണം. റൂബിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഉറങ്ങൊന്നുമില്ല കേട്ടോ. റൂബിനെ ഇറിറ്റേറ്റ് ചെയ്താലോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് റൂബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെടുക്കാൻ ഇതെടുക്കുക, എന്നിട്ട് ആക്കാം. ഇത് വേണം പറയും, ഇത് വേണം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇതും കൊണ്ടുതാ ഇവിടെ അവിടെ ക്യാമറ ഉണ്ടോ? ഇതും കൊണ്ടുതാ ഇങ്ങനെ. ഇതിപ്പോ ഇതെടുത്തില്ലേ, ഇതെടുക്കുമ്പോൾ നമ്മൾ അവിടേക്ക് പോകാനാണ്. ഞാൻ എൻ്റെ അടുത്ത് വരെ വാങ്ങിക്കാൻ വേണ്ടി നമ്മളതാ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയ സൗണ്ട് നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് വേണം പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതെടുക്കണം. ഇതെടുക്കുക ഇവിടെ
നമ്മൾ കുളിപ്പിട്ട് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അപ്പൊ ഇത് വേണം പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വടി എടുക്കണം. വടി എടുത്തിട്ടാ വടി വേണം പറയും. അപ്പൊ വടി കൊടുത്ത് നമ്മൾ ഇത് എടുക്കണം. എന്നിട്ട് ഇത് വേണം പറയും. അങ്ങനെയല്ല, നമ്മൾ എന്തെടുക്കണോ അത് വേണം. കണ്ടോ? ഇപ്പൊ വടി കൊടുത്താൽ വടി വേണ്ട, ഇനി ഇത് വേണം പറയും. ഓക്കെ, ഇനി ഇത് കൊടുത്ത് നമ്മൾ വടി എടുത്ത് കഴിപ്പിച്ചാൽ വടി വേണം പറയും. ഒരു കളി ഞാൻ തല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എറിഞ്ഞിട്ട് ഇട്ട് തരാം. റൂമിൽ കളിപ്പിലിടുന്ന സാധനം കേട്ടോ. അടുത്ത കഴിയണം. അയ്യേ വിട്ടില്ല, മൂക്കിൽ പറ്റി. റൂബിന്ന് നല്ല മണമുണ്ട്, നല്ല ഷാമ്പൂന്റെ. അച്ഛൻ വന്നു. അച്ഛൻ കടയ്ക്ക് പോയിട്ട് വന്നാണ്. അപ്പൊ അവിടേക്ക് പോയി റൂബി. വാ 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 ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ. ഇനി എനിക്ക് കുളിക്കാൻ പോകണം. റൂമിനെ കൂട്ടിലാക്കിയിട്ട് കുളിക്കാൻ പോകണം. സമയം ഒരു 6 മണിയാവാറായി. അപ്പം റൂമിനെ കൂട്ടിലാക്കണം, കുളിക്കാം. റൂമിനെ കൂട്ടിലാക്കിയിട്ട് കുളിക്കാൻ പോകണം. ഞാൻ വിളിച്ചോ കടിച്ച മണ്ടയ്ക്ക് കണ്ണടച്ച് ആസ്വദിച്ചിരിക്കണേ. ഗൈസ്, ഇതാ അച്ഛൻ വരുമ്പോ പൊക്കോടയും മുട്ട ബജിയൊക്കെ വാങ്ങിച്ചിട്ടോ. ഇനി ഇതിപ്പോ ഞങ്ങളെല്ലാരും കൂടി ഇന്ന് കഴിക്കണം. കഴിച്ചിട്ട് കുളിക്കാൻ പോകട്ടാ. ഗൈസ്, അപ്പൊ ഞാൻ കുളിക്കാനെത്തി. ഇനി റെഡി ആവാം. റെഡിയാവാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടാ. ഒന്ന് തലചീവിയാൽ മതി. കുളിച്ചതിനെന്താ ഈ പൊടി തലയിലിടണം ഗൈസ്. ഇതെന്താ അറിയോ, ഈ പൊടിൻ്റെ പേരെന്തോ ആണ്, മറന്നുപോയി. ഇത്ര നേരം ഓർമ്മയുണ്ട്. രാസ്നാരി അങ്ങനെ എന്തോ പൊടിയാണ്. ഇത് തലയിലിട്ടാൽ ജലദോഷമൊന്നും വരില്ല എന്നാണ് പറയണത്. വരുന്നില്ല കേട്ടോ. എനിക്കല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. വൈകിട്ട് കുളിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഇനി പെർഫ്യൂം അടിക്കാം. നൈറ്റിനായി ഇതാ അടിക്കുക. ഈ പെർഫ്യൂം എന്താ അത്, യാർഡിലെ. ഗൈസ്, ഇവിടെ വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഗൈസ്, ഞാനും അമ്മയും കൂടെ നടക്കാൻ വന്നിരിക്കുകയാണ്. ഗൈസ്, ഫുള്ള് പാടങ്ങളാണ്. പാടമൊക്കെ നെല്ലായി ഇല്ലമ്മ, കൊയ്യാനായി. എല്ലാം കൊയ്യാനൊന്നായിരിക്കും. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ കൊയ്യാനാവും. 1 മാസം കഴിഞ്ഞു. റോഡ് കണ്ടതാ, ഇതുവരെ ഇട്ടിട്ടുള്ളൂ. ഇനി ബാക്കി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നാളെ. നമ്മുടെ വീട് എന്തായാലും ഇട്ടിട്ടുണ്ട്. ഗൈസ്, 7 മണി. റൂബിക്ക് ഫുഡ് കൊടുക്കാനായി. നമുക്ക് നേരെ റൂബിക്ക് ഫുഡ് കൊടുക്കാം. ഗൈസ്, അപ്പോൾ റൂബി ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ചാവി കൈ കൊടുക്കണം. അപ്പം ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ പാട്ട് പാടും, അത് ആസ്വദിച്ച് റൂബി ഇരിക്കും. അതാണ് ഇന്ന് ഞങ്ങളുടെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് തുടങ്ങാം. കേൾക്കാനല്ല, കിടന്നാൽ ഉറങ്ങാം. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഞാൻ പാടുന്നത്. അവിടെ ഇരിക്കും ഗൈസ്. അപ്പോൾ റൂബി നമ്മൾ പിടിച്ച് നിർത്തിയിട്ടുണ്ട് എൻ്റെ പാട്ട് നോക്കാനായിട്ട്. നിൽക്കുക അത് ഒരു സെറ്റിനകത്താ പാടാൻ പോകുന്നത്, വേവിച്ചില്ല. അപ്പോൾ അവിടെ ഇരിക്കും. എവിടേക്ക് പോകണം? എൻ്റെ പാട്ട് കേട്ടിട്ട് പോകുന്നു. അവിടെ ഇരുന്നാൽ മതി. അതിക്ക് പാട്ട് കേട്ടിട്ട് പോയാൽ മതി. പാട്ട് കേൾക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഗൈസ് റൂബിനെ. അപ്പോൾ നമുക്ക് ഇനി വൈകിക്കാനുള്ള സമയം തുടങ്ങാം. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. ഗൈസ്, അപ്പൊ റൂബി ഇവിടെ പാട്ട് കേൾക്കാനായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. ഞാൻ എടുത്തി ഓൾറെഡി. കിളി നൊന്തു പാടിയ രാഗം ാരോ അത് മനമാകെ നിറഞ്ഞേ ഈണമായി കിലും കിലും താളമായി നിന്നെ കാണാൻ ഇന്നതാണോ ഓരോ കടം തേടും
തീരം ദൂരെ ദൂരെയായി നിന്നു ദൂരെയായി ഞാൻ വന്നു ഒരു ശ്വാസക്കാറ്റിൽ നാമെന്നോർത്തു കലരാനോ കഴിയാതെ നാം ഇടനെഞ്ചിൽ വീഴുന്ന മലർവാക നിറമുള്ള മാവെന്നിലാവേ വാടാതെ പൂവേ എൻ വാഴിൽ വീണ്ടും നിമയേഴ് തായേ കണ്ണോടെ ഇമയായി സുഖമാന സുമയായി ഇരുകൈയിൽ ഏന്തി താലാട്ടുവേനെ കാറ്റോട് തലകോതി നദിയോട് തവണ്ട് ഉയിരോട് ഉയിരാക ഉറമാടും അഴകെ പനിയോട് വിളയാടി മലരൂഞ്ചലാടി തலை வந்து தமிழ் பேசும் இரு கால் வெண்ணிலவே சிறகாக உன்னை நான் ஏந்தி சொல்வேன் சிறுகாமல் உன்னை நான் பார்த்து கொள்வேன். അപ്പൊ ഗൈസ് ഇനി ഞാൻ പാട്ട് കൂടുതൽ പാടുന്നില്ല ബിക്കോസ് എന്റെ പാട്ട് കേട്ടിട്ട് ഇനി ചിലപ്പോൾ എനിക്ക് യൂട്യൂബ് കോപ്പി റൈറ്റ് തരും. എന്താ ചെയ്യുക, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല ഗൈസ്. അപ്പോൾ വീഡിയോ എത്തരുള്ളൂ. എന്റർടൈൻമെന്റ് പറഞ്ഞ ഇതാണ്. ഒരു ദിവസത്തെ ഒരു 80% റൂമിലൂടെ ആയിരിക്കും. ബാക്കി ഫോൺ നോക്കലൊക്കെ ഇപ്പോൾ കുറവാണ്. ഇനി ചേച്ചിനെ വിളിക്കാൻ പോകണം, അന്ന് ഫുഡ് കഴിക്കുക, കിടക്കുക. ഒരു 9-9:30 ആകുമ്പോൾ കിടക്കും. എന്നിട്ട് 12-1 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കും. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.